50 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. അത് വെറുതെ പറയുന്നല്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ എൻ്റെ വില നോക്കുവാണെങ്കിലോ 2000 രൂപയ്ക്ക് താഴെയുള്ളൂ. ഞാൻ ഈ പറഞ്ഞു വന്നത് ബോൾട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി 3 കുറിച്ചിട്ടാണ്. 1999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഫസ്റ്റ് സെയിലിനെത്തിയ ഒരു ക്ലാരിറ്റി 3 നമ്മൾ വാങ്ങിച്ചാൽ വത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകളാണ് ഇന്ന് ഞാൻ പൂർണ്ണമായും ഷെയർ ചെയ്യാൻ പോവുക. കൂടാതെ ഒരു ബ്രാൻഡ് ന്യൂ ക്ലാരിറ്റി 3 നിങ്ങൾക്കും സ്വന്തമാക്കാൻ അവസരമുണ്ട്. അതായത് ഗിവ് അവേ ഞാൻ അനൗൺസ് ചെയ്യുവാണ്. പുതിയ ബ്രാൻഡ് ന്യൂ ആണ് ഞാൻ അയച്ചിരുന്നത്. ഇതല്ല കേട്ടോ, ഞാൻ അൺബോക്സ് ചെയ്ത പ്രൊഡക്റ്റ് ഇല്ല, പുതുതായിട്ട് സീൽഡ് ആയിട്ടുള്ള ബോൾട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക. സോ വീഡിയോ പൂർണ്ണമായും കാണുക. എന്തൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്നുള്ളത് ഞാൻ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ അങ്ങോട്ട് ലൈക്ക് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാരിറ്റി 3. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഗ്രേഡ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രീമിയം ഡിസൈൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. അതിപ്പോൾ ലുക്കിലാണെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് 1999 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ലിഡിന്റെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്ലോസി ഫിനിഷ് ആണ് എന്ന് വെച്ചിട്ട് പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് കുറവാണ്. അത് ഞാൻ പറയാൻ കാരണം ക്ലാരിറ്റി 1 ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മുന്നിലത്തെ ആ ഭാഗം 90% ഗ്ലോസി ഫിനിഷ് ആയിരുന്നു. എന്നാൽ പോലും അങ്ങനത്തെ സ്ക്രാച്ച് ഒന്നും ഉണ്ടായില്ല. സോ ഇവിടെയും അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ ചാൻസ് വളരെ കുറവാണ്. കൂടാതെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞ ഒരു മാറ്റ് ഫിനിഷ് ആണ്. ക്ലാരിറ്റിയുടെ ലോഗോ ഫ്രണ്ടിലുണ്ട്, ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. അടിയിലൊരു ടൈപ്പ് സി പോർട്ടും പിറകിലെ പ്രൊഫഷണൽ സീരീസ് ബൈ ബോൾട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിംഗും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ കയ്യിലിരിക്കുന്നത് ഒബ്സിഡിയൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. ഇതല്ലാണ്ട് സ്മോക്കി മെറ്റൽ എന്ന് പറഞ്ഞ മറ്റൊരു കളറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മേടിക്കാവുന്നതാണ്. അപ് ടു 50 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഇതിന് കിട്ടുന്നതാണ്. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരെടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആകും. കാരണം ഇതിനകത്ത് ബ്ലിങ്ക് ആൻഡ് പേ ടെക്നോളജി ഉണ്ട്. കൂടാതെ ആ ഒരു ലിഡിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിലും നല്ല പക്കാ ക്വാളിറ്റിയാണ്. ഒരിക്കലും നമുക്ക് പ്രത്യേകിച്ച് 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിക്ക് തന്നെയാണ്. ഞാനത് വെറുതെ പറയുന്നല്ല. CMF ബഡ്സ് ആയിക്കോട്ടെ, T300 ആയിക്കോട്ടെ, T310 ആയിക്കോട്ടെ, ഇനി അതല്ല നിർവാണ അയോൺ ANC ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും വെച്ച് അതിന്റെ ലിഡ് ക്വാളിറ്റിയും ഇതും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. പക്കാ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെയായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതിൽ വേറെ ഒരു സംശയമില്ല. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സ്റ്റെമ്മിന്റെ പകുതി മുക്കാൽ ഭാഗവും ആ ഒരു ലൈൻ ടെക്സ്ചർ ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്. ബോൾട്ടിന്റെ ലോഗോ അവിടെ ഉണ്ട്. കൂടാതെ ഫ്ലവറിന്റെ രീതിക്കുള്ള ഒരു LED ഇൻഡിക്കേറ്ററും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡ്സുകളും വരുന്നത്. പക്ഷേ എത്ര മണിക്കൂറാണ് നമുക്ക് സിംഗിൾ പ്ലേ ടൈം ഇതിന് കിട്ടുമെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഉപയോഗിക്കുന്നെങ്കിൽ അത് എത്ര മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് വീഡിയോയുടെ കമന്റ് ആയിട്ടിടും. മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആകട്ടെ. ഇനി ഇതിന്റെ വേറെ കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഇത് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ ഉണ്ട്. കൂടാതെ ഇതിനകത്തുള്ള ആ ഒരു ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ 50 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എടുത്തു പറയേണ്ടതാണ്. അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പൊതുവെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫാൻ ഓപ്പോസിറ്റ് വെക്കാറുണ്ട്. എന്നാൽ ഇത് ജസ്റ്റ് ചെവിയിൽ വെച്ചപ്പോഴത്തേക്ക് ആ ഫാൻ്റെ സൗണ്ട് അങ്ങോട്ട് കേൾക്കുന്നില്ല. അമ്മാതിരി ഒരു എന്താ പറയുക കട്ട് ഓഫ് ആണ് ചെയ്തത്. പൊതുവെ റിയൽമി Air 5 ആണെങ്കിലും അതിലും 50 dB ഉണ്ടായിരുന്നു. ആ സമയത്തും ഫാൻ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നും എന്താ പറയുക ഇതേപോലെ സൗണ്ട് അത്രയും കട്ട് ഓഫ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അമ്മാതിരി ആ ഒരു ഫീൽ എനിക്ക് കിട്ടി. പ്രത്യേകിച്ച് ഇതിൽ ഒരു ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആയതുകൊണ്ട് തന്നെ. സോ നിങ്ങൾക്ക് ആ ഒരു നോയ്സ് ഇഷ്യൂ, പ്രത്യേകിച്ച് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വേണം 2000 രൂപയ്ക്കെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ വൺ തന്നെയാണ് എന്നുള്ളതിൽ വേറെ ഒരു സംശയമല്ലേ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ക്ലാരിറ്റി 3 നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ്. ഔട്ട്ഡോറിൽ അത്യാവശ്യം റഷുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിനകത്ത് 6 മൈക്ക് വിത്ത് ENC ആണുള്ളത്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 3 മൈക്ക് വീതം കാണാം. എന്തായാലും ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു ക്ലാരിറ്റി 3 മേടിച്ച വത് ബൈ ആകും. കണ്ടോ, വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ ഓട്ടടിച്ച് പോകുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു കോളിൽ ഭയങ്കര വലിയ രീതിക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു മൈക്ക് ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിയുടെ കമന്റ് ആയിട്ട് ചെയ്യുന്നത്? ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെയാണുള്ളത്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 100% പാട്ടാ പോലും. പിന്നെ ഇതിനകത്ത് ആ ഒരു ബൂമെക്സ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്. കൂടാതെ 3D സൗണ്ട് എക്സ്പീരിയൻസിന് വേണ്ടി ആ ഒരു സ്പേഷ്യൽ ഓഡിയോയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചിലർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക കറങ്ങി ചുറ്റി പാട്ട് കേൾക്കുന്നതൊക്കെ ഭയങ്കര രസമായിരിക്കും കേൾക്കാനായിട്ട്. സോ അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇതിൽ മൾട്ടി EQ മോഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള EQ മോഡിൽ പോയിട്ട് ചേഞ്ച് ചെയ്തിട്ട് ആ രീതിക്ക് കേൾക്കാം. കൂടാതെ ഒരു അഡ്വാൻസ്
അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ EQ മോഡ് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ബേസ് കുറച്ച് കൂടുതൽ വേണോ, ഇനി കുറയ്ക്കണോ, ഇനി നല്ല ട്രെബിൾ കുറച്ച് കൂട്ടണോ കുറയ്ക്കണോ, എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാൻ ആ രീതിക്ക് നമുക്ക് പ്രീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിലെടുത്ത് പറയേണ്ടത്. അതൊക്കെ നമുക്ക് ആപ്പിലാ ചെയ്യാൻ പറ്റുക. സോ ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. എന്തായാലും EQ മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ മ്യൂസിക് ക്വാളിറ്റി ഇപ്പോൾ ബേസ് ലെവർ ആയിക്കോട്ടെ അതല്ല വോക്കൽ ലെവർ ആയിക്കോട്ടെ, ആരാണെങ്കിലും ഇത് മേടിച്ചാൽ വർത്തായിരിക്കും. ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ്. കൂടാതെ ഇതിനകത്ത് ഡ്യുവൽ പെയറിംഗ് കണക്ടിവിറ്റി ഉണ്ട്. അതായത് അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാം. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ മൊബൈലിലും അതുപോലെ തന്നെ ടാബിലും കണക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊബൈലിൽ ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അത് കേൾക്കാൻ വേണ്ടി ആക്ച്വലി അത് ജസ്റ്റ് പ്ലേ ചെയ്താൽ മതി. ഐപാഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓവർ ആവും. അതുപോലെ തന്നെയാണ് കോൾ വന്നാൽ പോലും. സോ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി നമുക്ക് 100% യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും അത് ഇവിടെ ഉണ്ട് താനും. ഇനി നിങ്ങൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ അതല്ല ജോഗിങ്ങിനൊക്കെ എല്ലാ ദിവസവും പോകും, മഴയാണെങ്കിൽ പോലും വെയിറ്റ് ചെയ്യത്തില്ല അങ്ങ് പോകും, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പോലും ഇതങ്ങോട്ട് വെച്ചുകൊണ്ട് പോവാം. കാരണം ഇതിൽ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ അത്യാവശ്യം ഡ്രസ്സിലും നമുക്ക് വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു വിയർപ്പ് എല്ലാം തന്നെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി ബോൾട്ട് ആംപ് ആപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ബാറ്ററി ലെഫ്റ്റും റൈറ്റും ഒക്കെ എത്ര പെർസെന്റേജ് നൽകിയിട്ടുണ്ട്. കൂടാതെ ANC ഓണും ഓഫ് ആകാം. കൂടാതെ ട്രാൻസ്പാരന്റ് മോഡ് നമുക്ക് ഓണും ഓഫ് ആക്കാൻ സാധിക്കും. കൂടാതെ ഇക്വലൈസേഴ്സ് ഇവിടെയാണ് വന്നിട്ട് നമുക്ക് ഓൾറെഡി കുറച്ച് നമുക്കിവിടെ കാണാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതൊന്നും പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനി കീ കസ്റ്റമൈസിൽ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് സിംഗിൾ ടാപ്പും ഡബിൾ ടാപ്പും ട്രിപ്പിൾ ടാപ്പും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ കോട്ടാപ്പ് ഇല്ല. കോട്ടാപ്പിൽ നമുക്ക് വലുത് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു സ്പെഷ്യൽ സൗണ്ട് എഫക്റ്റ് ഓണും ഓഫും ആക്കാൻ പറ്റുക. കൂടാതെ കോട്ടാപ്പ് ഇടതിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു കോമ്പാക്ട് മോഡ് ഓണും ഓഫും ഒക്കെ ആക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും സിംഗിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ഡബിൾ ടാപ്പ് ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കൂടാതെ ഇയർഫോൺ സെറ്റിംഗ്സിലേക്ക് വേണമെങ്കിൽ നമ്മുടെ പേര് വേണമെങ്കിൽ മാറ്റാം. അതേപോലെ തന്നെ വോക്കിംഗ് മോഡ് ഇപ്പോൾ മ്യൂസിക് മോഡിൽ വേണമെങ്കിൽ കോമ്പാക്ട് മോഡിലും അല്ലെങ്കിൽ കോമ്പാക്ട് മോഡിൽ മ്യൂസിക് മോഡിലേക്കും മാറ്റാൻ സാധിക്കുന്നതാണ്. ടൂളിലേക്ക് വേണമെങ്കിൽ ഇവിടെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം. അതായത് നമ്മുടെ ഇയർബഡ് ഇൻ കേസ് വെള്ളം നനഞ്ഞു അല്ലെങ്കിൽ പൊടിയൊക്കെ അടിച്ചെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി, ഒരു സൗണ്ട് ഇങ്ങനെ ഒരു വൈബ്രേഷനോട് സൗണ്ട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കലി ആ വെള്ളവും മണ്ണും ഒക്കെ അങ്ങോട്ട് കളഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ബോൾട്ട് ആംപ് ആപ്പിൽ ബേസിക് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ക്ലാരിറ്റി 3നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗിവയുടെ കാര്യം ഞാൻ അങ്ങോട്ട് വിട്ടുപോയി. എന്തായാലും മറ്റുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇൻസ്റ്റയിലുള്ള അക്കൗണ്ട് ഉണ്ടല്ലോ ദീപക് ജെ ബാസി, അതും പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി 3 എന്താണ് ഒരു സവിശേഷതയായിട്ട് തോന്നിയത് അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുക. ഈ സാധനങ്ങളെല്ലാം കൂടെ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇൻസ്റ്റയിൽ ഒന്നെങ്കിൽ അയക്കുക. ഇൻസ്റ്റ ഇല്ലാത്തവർ നമ്മുടെ ഇമെയിൽ ഐഡി താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് അങ്ങോട്ട് മെയിൽ അയക്കുക. അതെന്തിനാണെന്നുള്ളത് ആ ഒരു ഗിവ് അവേ വിന്നറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നതാണ്. നോക്കട്ടെ എത്ര പേര് പക്ക 100% പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഇല്ല എന്നുള്ളത്. 100% പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ നിങ്ങൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യത്തില്ലേ, എന്നിട്ട് ഈ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറയുമ്പോഴാണ് വന്നിട്ട് ഫോളോ ചെയ്യുന്നത്, അവിടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉടായ്പ കഴിഞ്ഞാൽ ദയവേത് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവുന്നതാണ്. സോ പക്ക നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതങ്ങോട്ട് ചെയ്യൂ. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ക്ലാരിറ്റി 3 കിട്ടാനും ചാൻസ് ഉണ്ട്. ഇനി 45 ms കോമ്പാറ്റ് ഗെയിമിംഗ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് നമുക്ക് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ആയിട്ട് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയേ. സിംഗിൾ ടാപ്പ് പക്കയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് SBC കോഡൊക്കെ ഓൺ ആക്കിയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ 45 ms ലോ ലേറ്റൻസിലേക്ക് വന്നത്. സോ മാക്സിമം ഔട്ട്പുട്ട് എത്രയാണോ അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തായാലും ഇത്രയാണ് നമ്മുടെ ആ ഒരു ക്ലാരിറ്റി 3നെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച വത് ബൈങ് ആകുമല്ലോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും 2000 രൂപയ്ക്കുള്ളിൽ 50 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, കൂടാതെ ആ ഒരു 6 മൈക്ക്, പിന്നെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി, ലോ ലേറ്റൻസി എല്ലാം വെച്ച് ഉറപ്പായിട്ടും വേർത്താണ് 2000 രൂപയ്ക്കുള്ളിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ തന്നെയാണ്, അതിൽ വേറെ ഒരു സംശയമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.